ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഈ പെരുന്നാളിന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഹനീത്തിൻ്റെ റെസിപ്പി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? സാധാരണയായിട്ട് മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഈ ഒരു റൈസ് ഒന്ന് കഴിച്ചു നോക്കണേ. നമ്മൾ മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകും. നല്ല ഫ്ലേവറായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഹനീത്ത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ 2.5 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ കുതിർത്തി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 4-5 ഏലക്കായും അതുപോലെ തന്നെ 4-5 ഗ്രാമ്പുവും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് ചൂടാക്കിയെടുക്കാം. ഇതാണ് ഹനീത്തിൻ്റെ മസാല. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിനി നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കണം. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാല പൊടിച്ചെടുത്തിട്ട് വരാവേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കാം. അത് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. മസാല ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഹനീത്ത് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം അടുത്തായിട്ട് ഇതിലേക്ക് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. 2 മാഗി ക്യൂബ് ഇതുപോലൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീരോ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. മസാല ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിതിലിനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിൽ ആവശ്യത്തിന് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിൽ ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിന് പിടിച്ചോളും. അപ്പോൾ നമ്മൾ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഇച്ചിരി കൂടി പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉടഞ്ഞൊന്നും പോവാതെ ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ചിക്കൻ എടുക്കാവേ. ഇനി നമ്മൾ ചിക്കൻ വേറെ, ചിക്കൻ സ്റ്റോക്ക് വേറെ ആക്കി മാറ്റിയെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാറ്റി കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്കും ഇനിയൊന്ന് ഈ പാത്രത്തിൽ നിന്നും മാറ്റി വെക്കണേ. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സാക്കി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ചിക്കൻ ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിൽ നിന്നും ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത 1 സവാള, വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് നമുക്ക് വഴട്ടിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കാം. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 തക്കാളിയാണ്, ചെറുതായി അരിഞ്ഞത്. അതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴട്ടിയെടുക്കണം. സവോളയും തക്കാളി നന്നായിട്ട് വരണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ്. 1 ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ചിക്കൻ സ്റ്റോക്കും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ സ്റ്റോക്കിലും ഉപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം ബാക്കി അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ. ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ 2.5 ഗ്ലാസ് അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സെല്ല ബസുമതി റൈസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണേൽ ഈ സമയത്തൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ. ഇതിന് നന്നായിട്ട് തിളച്ച് വരും. തിളച്ച് വന്ന ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ അരിയൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന പാകമാകുമ്പോൾ സിമ്മിലിട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അരിയൊക്കെ കറക്റ്റ് വെന്ത് കുറച്ച് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് ചിക്കൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ചിക്കനും റൈസും എല്ലാം കൂടെ ഒന്നിച്ച് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ വെച്ച് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇതേപോലെ മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റോളം ദം ചെയ്തെടുക്കാവേ. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റൈസാണ് ഇത്. നല്ല ഫ്ലേവറോട് കൂടിയ റൈസാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഒന്നൊന്നി തൊടാത്ത റൈസാണ് കേട്ടോ. കറക്റ്റ് പാകത്തിന് ഈ അളവിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിൽ വെള്ളം എടുത്താൽ മതി. ചിക്കൻ സ്റ്റോക്കും വെള്ളവും കൂടെ എടുത്താൽ മതി. ഇതുപോലെ ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ നമുക്ക് റൈസ് കിട്ടും. മന്തി ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തവർക്കും ഈ ഒരു ഫ്ലേവറുള്ള റൈസ് ഉറപ്പായിട്ട് ഇഷ്ടമാവും. നല്ലൊരു വ്യത്യസ്ത രുചിയുള്ള ഒരു ഫ്ലേവറോട് കൂടിയ റൈസാണിത്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വെറൈറ്റി രുചിയിലുള്ള നല്ല ഫ്ലേവറോട് കൂടിയ ഹനീത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.